2026-27 സാമ്പത്തിക വർഷത്തിൽ സർവ്വമേഖലയിലും ബൃഹത്തായ വികസന പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ട് അശമന്നൂർ ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 32 കോടിയോളം രൂപ വരവും 31 കോടിയോളം രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് ബിന്ദു നാരായണൻ അവതരിപ്പിച്ചു. ബഡ്ജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് എൻ.എം. സലീം അധ്യക്ഷത വഹിച്ചു. മുൻ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് അശമന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ സർവ്വമേഖലയിലും വികസനം എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് 2026-27 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. 32,09,55,240 രൂപയുടെ വരവും 31,82,13,200 രൂപയുടെ ചെലവും പ്രതീക്ഷിക്കുന്നതാണ് ഇത്തവണത്തെ ബഡ്ജറ്റ്. 1,07,729 രൂപയാണ് 2026-27 ബഡ്ജറ്റിൽ മിച്ചം കണക്കാക്കുന്നത്. ഉൽപാദന മേഖലയ്ക്ക് 58 ലക്ഷത്തിൽ പരം രൂപയും സർവീസ് മേഖലയ്ക്ക് 1,80,00,000 പരം രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് 3 കോടിയിൽ പരം രൂപയുമാണ് വകകൊള്ളിച്ചിട്ടുള്ളത്. ആർദ്രം പദ്ധതി ഉൾപ്പെടെ ആരോഗ്യ പരിപാലന മേഖലയിൽ 45 ലക്ഷം രൂപ അശമന്നൂർ ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ കുടിവെള്ള വിതരണ പദ്ധതികൾക്കായി 3 ലക്ഷം രൂപയാണ് വകകൊള്ളിച്ചിട്ടുള്ളത്. ബഡ്ജറ്റിൽ പറയുന്ന കാര്യങ്ങൾ ഏവരുടെയും സഹകരണത്തോടെ സമ്പൂർണ്ണമായും നടപ്പിലാക്കുകയാണ് ലക്ഷ്യമെന്ന് ബജറ്റ് അവതരണ വേളയിൽ വൈസ് പ്രസിഡന്റ് ബിന്ദു നാരായണൻ വ്യക്തമാക്കി. മുൻബാക്കി 72,65,689 രൂപ, ആകെ വരവ് 32,09,55,240 രൂപ, ആകെ ബഡ്ജറ്റ് അടങ്കൽ 32,82,20,929 രൂപ, ആകെ ചെലവ് 31,82,13,200 രൂപ, നീക്കി ബാക്കി 1,07,729 രൂപ. എല്ലാ മേഖലയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ബഡ്ജറ്റ്. ഉൽപാദന മേഖലയ്ക്ക് 58,72,750 രൂപയും സർവീസ് മേഖലയ്ക്ക് 1,80,96,220 രൂപ, പശ്ചാത്തല മേഖലയ്ക്ക് 3,29,90,800 രൂപ എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ.എം. സലീം ബഡ്ജറ്റ് അവതരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പെരുമ്പാവൂർ എം.എൽ.എ. എൽദോസ് കുന്നപ്പള്ളി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. കൂടാതെ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, നിർവഹണ വകുപ്പ് ഉദ്യോഗസ്ഥർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തുടങ്ങി വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും ഈ ബഡ്ജറ്റിന് ആശംസകളുമായി എത്തിച്ചേർന്നു. അശമന്നൂർ ഗ്രാമപഞ്ചായത്തിൽ അടുത്ത സാമ്പത്തിക വർഷം വലിയ വികസന പ്രവർത്തനങ്ങൾക്കാണ് പഞ്ചായത്ത് ഭരണസമിതി ലക്ഷ്യം വയ്ക്കുന്നത് എന്നും അതിന് ഉതകുന്ന രീതിയിലുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നും പ്രസിഡന്റ് എൻ.എം. സലീമും പറഞ്ഞു. ഈ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ബഡ്ജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത്. ഏകദേശം 33 കോടി രൂപയോളം വരുന്ന ഒരു വലിയ ബഡ്ജറ്റ്, ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു വലിയ ബഡ്ജറ്റ് തന്നെയാണത്. പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള 11 ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾ, സബ് ഓഫീസുകൾ തുടങ്ങുവാൻ ഏകദേശം 25 ലക്ഷം രൂപയോളം അതിനുവേണ്ടി അനുവദിച്ചിട്ടുണ്ട്. പാവപ്പെട്ട ആളുകളുടെ വീട് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഏകദേശം 22 ലക്ഷത്തോളം രൂപ അതിനുവേണ്ടി നമ്മൾ ഒരു വീടിന് 50,000 രൂപ വീതം ജനറൽ വിഭാഗത്തിന് നൽകുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ബഡ്ജറ്റ് നമ്മുടെ ഈ നാടിന്, ഈ അശമന്നൂർ പഞ്ചായത്ത് വലിയൊരു മുതൽക്കൂട്ടായി മാറും എന്നുള്ള കാര്യം സംശയമില്ല. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. രുചിയോടൊപ്പം ഹൃദയങ്ങൾ ഒന്നാകുന്ന റംസാൻ ദിനങ്ങൾ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനമ്പള്ളി നഗർ, കാക്കനാട് ആൻഡ് തോപ്പുംപടി.